മാലയും ബൊക്കയും കാറി വെക്കാമായിരുന്നില്ലേ? വെറുതെ ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കണോ? അത് കറക്റ്റ്, മറന്നതാ. ഈ അവാർഡിന്റെ ഒരു ലഹരി അങ്ങോട്ട് വിടുന്നില്ലട്ടോ ഇപ്പോഴും. എനിക്കിപ്പോഴല്ലേ അവാർഡെന്നും പറഞ്ഞ ആൾക്കാർ ചാവാൻ നടക്കുന്നതിന് സംഭവം മനസ്സിലായത്. അകപ്പാടെ തെറ്റില്ലട്ടോ എംപിയാറെ. താൻ എന്താണോ ഈ കാണിക്കുന്നത്? ചരിത്ര മുഹൂർത്തമല്ലേ? ന്യൂനപക്ഷങ്ങളുടെ പുതിയ പ്രവാചകൻ സൈതാലിക്കുട്ടി തേജസ്വി അവാർഡ് വാങ്ങി വരുന്ന വരവല്ലേ? ഞാൻ ഈ ക്യാമറ കണ്ടുകൊണ്ട് ഒപ്പി എടുത്തോട്ടെ? ഒപ്പി എടുത്തിട്ട് അതിന്റെ ചില്ല് പൊട്ടിക്കണ്ട. അല്ല, എന്നെ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്ത്? പത്രക്കാർക്കുള്ള ഊണൊക്കെ ഗസ്റ്റ് ഹൗസിലല്ലേ ഏർപ്പാട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഓസിന് ഊണ് കിട്ടുന്നിടത്ത് ഉരുണ്ടടിച്ച് വീഴുന്ന സ്വഭാവമൊന്നും ഈ കണ്ണൂർ സത്യപാലനില്ല. പിന്നെ പ്രഹേളിക്കൊണ്ട് രണ്ട് ചോദ്യം. ഏത് ന്യൂനപക്ഷത്തിനെ സംരക്ഷിച്ചതിനായി ഈ അവാർഡ്? സ്വന്തം സമുദായത്തിനെയോ അതോ പാർട്ടിയിലെ 12 MLA-മാരെ ന്യൂനപക്ഷത്തിനെ സംരക്ഷിച്ചതിനോ? ചോദ്യം നമ്പർ 2, എല്ലാം കൂടി എന്ത് ചിലവായി? ഇരുമായി മറ്റേടത്ത ചോദ്യം ചോദിക്കില്ലേ സത്യപാല? വഴി നിർത്തിയുള്ള പ്രോസിക്ക് വേണ്ട, മുറിയിലേക്ക് വാ. വന്നെന്തെങ്കിലും നക്കുവോ കുടിക്കോ ചെയ്യാം. അങ്ങനെ അന്തസാരി ക്ഷണിച്ച കണ്ണൂർ സത്യപാലം വരും. നമസ്കാരം സാറന്മാരെ, നമസ്കാരം. ഞാൻ ഗസ്റ്റ് ഹൗസിലോട്ട് വരുന്ന വരവായത്. നല്ല അന്തസ്സുള്ള വരവ്. ആഹാ, നിങ്ങളെ പിള്ളേര് എന്റെ ചങ്കിലോട്ട് കത്തികേറ്റി കളഞ്ഞല്ലോ സാറേ. ആ കസേര യൂണിവേഴ്സിറ്റിയെ കൊണ്ട് അംഗീകരിപ്പിച്ച് പാഠപുസ്തകമാക്കാൻ ഞാൻ പെട്ട പാട് പാറേ മാതാവിനെ എനിക്കേ അറിയത്തുള്ളൂ. എന്നിട്ടിപ്പൊ അത് പിൻവലിപ്പിക്കാൻ അലവലാതി പിള്ളേരെ ഇറക്കിയത് ആരായാലും പാതി പടഞ്ഞാറ്റേ മുറിക്കിട്ടുള്ളൊരു താങ്ങായി പോയി. പറ, ഇനി ആരുടെ ഒക്കെ തൊണ്ടക്കുഴിയിലോട്ടോ തള്ളേണ്ടെന്ന് വെച്ചാ പറ. താൻ ഇവിടെ കിടന്ന് മോങ്ങാതെ മുറിയിലേക്ക് വാ. സത്യപോലെ എടുക്കട്ടെ. അത് കള, എന്നെ എടുക്കാൻ താനായിട്ടില്ല. എടുത്താ പൊങ്ങുകല്ല. അയ്യോ അതല്ല, അത് ശരി. എനിക്കൊന്നും ആയിട്ടില്ല. നമുക്ക് അകത്ത് പോയി നന്നായിട്ടാവാം. എടോ പടിഞ്ഞാറ്റുമുറി, താൻ സത്യത്തിൽ കോളടിച്ചിരിക്കുകയല്ലേ? പുസ്തകം പിൻവലിക്കണം പറഞ്ഞ് പിള്ളേർ ഇറങ്ങിയതേ ഉള്ളൂ. ആ സമരം മൂർച്ചിക്കട്ടെ. അപ്പോ കണ്ടോ ചൂടപ്പം പോലെ അതിന്റെ വിൽപ്പന നടക്കുന്നത്. ഈ പുസ്തകം പിൻവലിച്ചാൽ പകരം മറ്റൊരു പുസ്തകം പഠിപ്പിക്കണമല്ലോ. അതും തനിക്ക് പബ്ലിഷിംഗ് റൈറ്റ് ഉള്ള ഒരു പുസ്തകമായ പോരെ? മതി, അത്രയും മതി. എന്നാ പിന്നെ പടിഞ്ഞാറ്റുമുറി നേരെ കോട്ടയത്തെ കാലെടുത്തോളി. എന്നാ നിങ്ങൾ തരുന്ന ഉറപ്പിന്റെ പുറത്ത് ഞാൻ പോവാ. എന്റെ പക്ഷത്ത് നിന്നും വേണ്ടതല്ല മുറ പോലെ ഇവിടെ എത്തും. ഇവിടെ സത്യവാല ഒരെണ്ണം കൂടി കൊണ്ട് ഒഴി. തൊണ്ടയിലൂടെ ഇറങ്ങാൻ പാടാ, നിർബന്ധമാണെങ്കിൽ കട എനിമ തരാം. കേസ് ചെല്ല്, ഞങ്ങൾക്ക് ഇത്തിരി സംസാരിക്കാനുണ്ട്. അക്കൂടത്തിൽ ഇവരും പാടെ പോയിക്കോട്ടെ. സത്യവാലിനെ വിട്ടിരിക്കട്ടെ. ഞാൻ പോവാ. അല്ല, ഇവനെ കൂടെ ഇരുത്തിയിട്ട് മുമ്പ് വല്ല കാര്യം ഡിസ്കസ് ചെയ്യാൻ പറ്റുമോ? ഇടതന്മാരുടെ ആളാ മൂരാച്ചി. മരകരാജി, നിങ്ങൾ എന്നെ ഇടതനാക്കരുത്. ഇടതും വലതും അല്ലാത്ത ഒരു പൊസിഷനിൽ നിന്നുകൊണ്ടാണ് ഈ കണ്ണൂർ സത്യപാലൻ സത്യത്തിന്റെ കാവൽ ഭടനായി പത്രപ്രവർത്തനം നടത്തുന്നത്. നിന്റെ പ്രസ്സും മെഷീനറിയും KFC-ക്കാർ ജപ്തി ചെയ്യാൻ പോണെന്ന് കേട്ടല്ലോ. കേട്ടത് സത്യമാണ് ദിവാരൻ സാർ. ലോൺ തിരിച്ചടയ്ക്കാൻ ഞാൻ ഒരു വഴിയും കാണുന്നില്ല. ആ ലോൺ ഞങ്ങൾ അടയ്ക്കുന്നു. അയ്യോ, പ്രഹേളിക പുതുജീവൻ വീണ്ടെടുക്കാൻ പോവാണെന്നോ? എനിക്ക് എന്റെ കാതുകളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. പ്രഹേളിയെയും മാങ്ങാത്തൊലിയൊന്നുമല്ല, ഞങ്ങളുടെ പണത്തിനോട് മാത്രം കൂറുകാട്ടുന്ന ഒരു പുതിയ പത്രം. നീ അതിനു വേണ്ടി പേന ഒന്നുന്നു. പത്രത്തിന്റെ പേര് കണ്ണൂർ എക്സ്പ്രസ്. അയ്യോ, എല്ലാം നിങ്ങൾ തീരുമാനിച്ച സ്ഥിതിക്ക് എന്റെ അഭിപ്രായത്തിന് എന്ത് വില? പക്ഷെ ഒരു സജഷൻ ഉണ്ട്. ഒരു ഇൻഷുറൻസ് പദ്ധതി തുടങ്ങണം വരിക്കാർക്ക് വേണ്ടി. അതാണ് ഇപ്പോഴത്തെ ഫാഷൻ. വരിക്കാരുടെ ഫാമിലിയുമായിട്ട് ഉല്ലാസ യാത്രകൾ, നാടൻ കലാരൂപങ്ങൾ, ലക്കി ഡിപ്പിലൂടെ സ്വർണ്ണാഭരണങ്ങളും മാരുതിക്കാറും. നമുക്ക് ഞെട്ടിക്കണം സാർ. താൻ എന്താ കാർണിവൽ ഷോ സംഘടിപ്പിക്കുന്ന കാര്യമാണോ പറയുന്നത്? എടോ, പത്രം മലബാർ പ്രദേശത്തെ നമ്മുടെ ഏറ്റവും മൂർച്ചയേറിയ ആയുധമാക്കി മാറ്റണം. MBR സത്യവാലിന് വിട്ടേക്കൂ. ആദ്യം ആ കസേര പ്രശ്നം വഷളാക്കി രൂക്ഷമാക്കി കൊളമാക്കണം. ഞാനൊരു ഏരിയ ശ്രദ്ധ കൊടുക്കാൻ പോണു. ആന്റി പോളിറ്റിക്സ് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ മണ്ണാങ്കട്ട. നിന്റെ അനിയൻ പാർട്ടിക്ക് അയച്ച കത്താണിത്. നാളെ അവർ കോളേജിൽ കസേര വിരുദ്ധരെയും അനുകൂലികളെയും തടയുമെന്ന് എനിക്ക് മനസ്സിലാകണില്ല. ഇവനിത് എന്ത് ഭാവിച്ചിട്ടേ പുറപ്പാട്? ഇതുകൊണ്ട് അവൻ സമ്പാദിക്കണം എന്താണെന്നറിയോ? എല്ലാ കൂട്ടരുടെ ശത്രുത. നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് അവനെ പറഞ്ഞ് പിന്തിരിപ്പിക്കണം. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അവൻ പിന്തിരിയൊന്നും. എന്താ വേണ്ടെന്ന് എനിക്കറിയാം. നാളെ അവൻ കോളേജിൽ പോകുന്നില്ല. പോരെ? പ്രിൻസിപ്പാളെ ഘരാവോ ചെയ്ത് ഒരു ഭീകരാന്തരീക്ഷം ഉണ്ടാക്കാനായിരിക്കും അവരുടെ പ്ലാൻ. അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. നിന്റെ ഈ വാക്കാണ് ഞങ്ങൾക്ക് ആകെയുള്ളൊരു ധൈര്യം. ഞാൻ മുന്നിലുണ്ടെന്ന് പറഞ്ഞില്ലേ? വളരെ സമാധാനപരമായി തന്നെ നമ്മൾ നാളെ കോളേജിൽ അവരെ തടയും.
ഇനി വല്ല അടിയും പൊട്ടിയാലോ? അതുണ്ടാവാതിരിക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. കോളേജിലെ ഒരു പകുതി കുട്ടികളെങ്കിലും നമ്മോടൊപ്പം ഉണ്ടാവും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. പിന്നെ പ്രിൻസിപ്പാളിന്റെ സപ്പോർട്ട് ഉണ്ടല്ലോ. ഓക്കെ, എന്നാ ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. പിന്നെ എല്ലാവരും നാളെ കാലത്ത് 8 മണിക്ക് തന്നെ എത്തണം. ഓക്കെ, ബൈ. ഉണ്ണി, ഉണ്ണി, എന്തിനാണ് ഒച്ച വെക്കുന്നത്? ഉണ്ണി എവിടെ നിന്നാണ് ചോദിച്ചത്? എന്താ കാര്യം? നീ കോളേജിൽ പോകുന്ന എന്തിനാണ്? പഠിക്കാൻ. ആണല്ലോ. അതിലെന്താ അത്ര സംശയം? നിനക്ക് കോളേജ് വേറെ ചില സൈഡ് ബിസിനസ് ഒക്കെ ഉണ്ടെന്ന് കേട്ടു. ഏട്ടൻ കാര്യം എന്താണെന്ന് വെച്ചാ പറയണം. നാളെ കോളേജ് നടത്താൻ പോകുന്ന പദ്ധതിയിൽ നിന്നും നീ പിന്തിരിയണം. ഏട്ടനെ ധിക്കരിക്കുകയാണെന്ന് കരുതരുത്. ഞങ്ങൾക്കതിന് പറ്റില്ല. ഉണ്ണി, ഞാൻ പറയുന്നത് കേക്ക്. ഇത്തരം ഒരു സംഘടനയുമായി മുന്നോട്ട് പോയാൽ കോളേജ് നിങ്ങൾ ഒറ്റപ്പെടും. ഇതൊന്നും നിലനിൽക്കാൻ പോകുന്നില്ല. അത് മാത്രമല്ല ഉണ്ണി, നീ ഇത് ചെയ്യുകയാണെങ്കിൽ അത് ഏട്ടനെയും പാർട്ടിയെയും ധിക്കരിക്കുന്നതിന് തുല്യമാകും. നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയുടെ ഭാഗത്ത് നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന്. നിനക്കൊന്നും ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. നിന്റെ അടുത്ത് തർക്കിക്കാനല്ല ഉണ്ണി ഞാൻ വന്നത്. നാളെ നീ ഒരു കാരണവശാലും കോളേജിൽ പോകരുത്. ഏട്ടൻ ഏട്ടന്റെ തീരുമാനം പോലെയാണ് എനിക്ക് എന്റെ തീരുമാനവും. ഞങ്ങൾ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് പുറത്തുള്ള രാഷ്ട്രീയക്കാരല്ല. അതേടാ, ഞങ്ങൾ തീരുമാനിക്കും. അല്ലാതെ കൂണ് പോലെ മുളച്ചു വന്ന നിന്റെ ആന്റി പൊളിറ്റിക്കൽ യൂണിയൻ അല്ല. ഉണ്ണി, നീ ഇതിനൊന്നിനും ഇറങ്ങി തിരിക്കരുത്. ശിവൻകുട്ടി, എന്താ നിന്റെ ഉദ്ദേശം? നിങ്ങൾ രണ്ടുപേരും ബഹളം ഉണ്ടാക്കാനാ രാത്രി ഇങ്ങോട്ട് വന്നത്? ചേച്ചി ഈ ചോദ്യം ചോദിക്കേണ്ട എന്നോടല്ല, എന്നെ രാഷ്ട്രീയം പഠിപ്പിക്കാൻ ഇറങ്ങി ഇവനോട്. വേണ്ട, നമ്മൾ തമ്മിൽ ഇനി സംസാരിക്കുന്നതിൽ അർത്ഥമില്ല. ഏട്ടനും ഞാനും തമ്മിൽ ഒരുപാട് ദൂരമുണ്ട്. പക്ഷെ ഒന്ന് ഏട്ടൻ ഓർത്തോ, പാർട്ടിക്ക് വേണ്ടി ബലിയാടാകാനുള്ള കത്തി രാഷ്ട്രീയമല്ല എന്റേത്. ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് ഒരിക്കൽ ഏട്ടന് മനസ്സിലാവും. ഉണ്ണി, അവസാനമായിട്ട് ഞാൻ നിന്നോട് പറയുകയാണ്, നീ നാളെ കോളേജിൽ പോകരുത്. പോയാൽ നിന്നെ നേരിടുന്നത് ഞങ്ങളുടെ വിദ്യാർത്ഥി സംഘടനയാവും. ഒപ്പം ഞാനും ഉണ്ടാവും. നിന്റെ ഏട്ടൻ ശിവൻകുട്ടിയായിട്ടല്ല, സഖാവ് കരിവള്ളൂർ ശിവൻകുട്ടിയായിട്ട്. ഉണ്ണി, നീ ഏട്ടനോട് അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. ഏട്ടൻ പറയുന്നത് നീ കേൾക്കല്ലേ വേണ്ടത്? ഞാൻ എന്ത് പറഞ്ഞു എന്നാ? കോളേജിൽ രാഷ്ട്രീയം വേണ്ടാന്ന് പറഞ്ഞാണോ? പുറത്തുനിന്ന് വന്നവരെ രാഷ്ട്രീയക്കാരാണോ ഞങ്ങളെ ഭാവി തീരുമാനിക്കുക? അത് ശരിയല്ലെന്നേ ഞങ്ങൾ പറഞ്ഞോളൂ. അതൊന്നും എനിക്കറിയില്ല. നിങ്ങൾ ഏട്ടനും അനിയനും തമ്മിൽ ഇങ്ങനെയായാൽ ഈ കുടുംബത്തിന്റെ അവസ്ഥ എന്താ? പഠിക്കാനാ നിന്നെ ഞങ്ങൾ കോളേജിൽ അയച്ചത്, അല്ലാതെ സംഘടന ഉണ്ടാക്കി നേതാവാകാനല്ല. വീട്ടിലിരിക്കുന്ന ഞങ്ങളെ കുറിച്ച് നീ ഓർത്തേ പറ്റൂ. ആരെയും മറന്നുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യില്ല. ഞങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്. ആരെതിർത്താലും അതുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. പൊയ്ക്കോ. പക്ഷെ നിന്നെ കുറിച്ച് ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്. നമ്മുടെ അമ്മയെ കുറിച്ച് നീ ഓർക്കണം. നിന്നെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഈ ഏച്ചി ഓർക്കണം. ഉള്ളിൽ സ്നേഹം ഉണ്ടായിട്ടും അത് പുറത്ത് കാണിക്കാൻ അറിയാത്ത ഏട്ടനെ നീ ഓർക്കണം. എനിക്കറിയാം ഏച്ചി, നിങ്ങളുടെ പ്രതീക്ഷകളൊക്കെ നടക്കും. ഏച്ചി പറയുന്നത് പോലെ ഞാൻ പഠിച്ച് വലിയൊരാളാകും. എന്താ പോരെ? ഓഹോ, അങ്ങനെയാണോ? ആ ശരി, ഓക്കെ. സെനറ്റ് മെമ്പർ കുറുപ്പ, കോളേജ് വിദ്യാർത്ഥികളുടെ കസേര സമരം വിജയത്തിലേക്കാ. പുസ്തകം പിൻവലിച്ചേക്കുമെന്ന ആ ഗ്രൂപ്പിന്റെ റിപ്പോർട്ട്. ഇന്ന് ഇടവന്മാരുടെ വിദ്യാർത്ഥി സംഘടന സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പുസ്തകം പിൻവലിക്കരുതെന്നും പറഞ്ഞു. അതിനിടയിലെ കോളേജിലെ ഒരു രാഷ്ട്രീയ കക്ഷികളിലും അംഗങ്ങളല്ലാത്ത കുറച്ച് കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ട്. അവരിന്ന് ക്ലാസ്സിൽ കയറും എന്നാണ് പറയുന്നത്. ഈ അരാഷ്ട്രീയക്കാരുടെ നേതാവ് നമ്മുടെ ശിവൻകുട്ടി അനിയൻ ഉണ്ണികൃഷ്ണ. ശിവൻകുട്ടിയും CYFIക്കാരും ഇന്ന് കോളേജിലേക്ക് ഇറങ്ങുന്നുണ്ട് സമരത്തിന് സപ്പോർട്ട് ചെയ്യാൻ. ഓഹോ, അപ്പൊ കളി അനിയനും ചേട്ടനും തമ്മിലാ. അത് കൊള്ളാം. ഉണ്ണിയും അവന്റെ ആൾക്കാരും കുറെ കുട്ടികളെ ക്യാൻവാസ് ചെയ്തിട്ടുണ്ട്. സമരം പൊളിയുമെന്നാണ് കേട്ടത്. അവർ വിജയിച്ചാൽ അത് നല്ലതല്ല. വോട്ട് ബാങ്കുകളാ കോളേജുകൾ. പിന്നെ എന്തിനും ചങ്കൂറ്റം കാട്ടുന്ന ചോരത്തിളപ്പിന്റെ പ്രായവും. കുട്ടികളെ രാഷ്ട്രീയത്തിൽ നിന്ന് അകറ്റാൻ അനുവദിക്കരുത്. രാഷ്ട്രീയ സംഘടനകൾക്കെതിരെ കളിച്ചുള്ള ഭവിഷ്യത്ത് ആ കുട്ടികൾ അറിയണം. അതേസമയം ഇന്നത്തെ അവരുടെ സമരം പൊളിയുകയും വേണം. ശിവൻകുട്ടിയും അനിയനും. രായപ്പേട്ട, ദാസനെ ഓർമ്മയുണ്ടോ? പന്ന്യന്നൂർ ദാസൻ മറക്കാൻ കഴിയുമോ അവനെ? അവൻ ഉണ്ട് രായപ്പേട്ട. അവനൊരു ചാൻസ് കൊടുക്കാം. ഏതായി പുതിയ കോടാലി? പുതിയതല്ലടോ, മുമ്പ് പല രംഗത്തും വന്നു പോയിട്ടുണ്ട്.
താൻ തൽക്കാലം അത്രയും മനസ്സിലാക്കിയാൽ മതി. കോളേജിലേക്ക് ചെല്ലേ, തനിക്ക് നാളെ വെണ്ടക്ക നിരത്താനുള്ള വക അവിടെ നിന്നുണ്ടാവും. കത്തിക്കടാ കേരള മുഖ്യനെ. സഖാവേ, അവിടെ ബഹളം തുടങ്ങി. നമുക്ക് ആളെ ഇറക്കിയാലോ? അതൊന്നും വേണ്ട. ശിവേട്ടാ, കേസക്കാര് സിഎംന്റെ കോലം കത്തിച്ചു. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളൊരു പ്രകടനം നടത്തുക. കുട്ടികളോട് ക്ലാസ്സിൽ കയറാൻ പറയണം. കഴിയുന്നത്ര കുട്ടികൾ ക്ലാസ്സിൽ കയറണം. അടി തുടങ്ങിയാൽ